കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ ഇന്നേകനായി എന്തിനെൻ മുന്നിൽ വന്നു പനി നീർമണം തൂമെൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. മഴയാകുമ്പോഴത്തേന് പെറുക്കാണ്ട് കിടന്ന അണ്ടിയൊക്കെ എടുത്തിട്ട് കശുവണ്ടി കേട്ടോ അതൊക്കെ എടുത്തിട്ട് പുളർന്നിട്ട് ചൂടുവെള്ളത്തിലൊഴിച്ചാൽ ഈ തൊലിയൊക്കെ വേഗം പൊളിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കുകയാണെങ്കിൽ വറുത്തരച്ച് കറിയൊക്കെ വെച്ച് നല്ല രസമാണ് കേട്ടോ. ചിക്കൻ കറി ഒന്നും ഇതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ എല്ലാം വീട്ടിലൊക്കെ ഉള്ളത് വെച്ചല്ലേ അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള കറിയൊക്കെ ആയിട്ട് അങ്ങനത്തെ കറിയാക്കുകയാണെ. ഇപ്പോൾ തേങ്ങയും പിന്നെ മല്ലിപ്പൊടിയും അതുപോലെ വറ്റൽമുളകും ഒക്കെ ഇട്ടാൽ മതി. ഞാനിപ്പോൾ മുഴുവൻ മല്ലിയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് വറുത്തരച്ചിട്ട് നാടൻ രീതിയിലുള്ള കറിയായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതെല്ലാം കൂടെ ഇച്ചിരി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുക്കുക. പിന്നെ നമ്മൾ ഈ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇതിനകത്ത് വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പില്ലേ അതും കൂടെ ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൊനയൊന്നും ഉണ്ടാവുകയില്ല, അപ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല. അത് ചൂടുവെള്ളത്തിൽ വരുമ്പോൾ തന്നെ അത് പോയിട്ടുണ്ടാവും. എന്നിട്ട് വെള്ളമൊക്കെ വഴലാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പം നന്നായി വഴണ്ടൊക്കെ വരുമ്പോഴത്തേക്കിന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് നല്ല കാപ്പി കളർ കിട്ടും കേട്ടോ. ഞാനിതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല, പച്ചവെള്ളം ഒഴിച്ചാലും മതി. എന്നിട്ട് അത് അരപ്പൊക്കെ ജാറൊക്കെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി കറിയാട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യലൊക്കെ നമുക്ക് ആക്കാം. അപ്പോൾ ആരെങ്കിലും വരുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കും സ്പെഷ്യലായിട്ടൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും കിട്ടാത്തൊരു കറിയല്ലേ. അപ്പോൾ ഇന്നത്തെ കറി റെഡി ആയിട്ടുണ്ട്.